ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ തീരുവ വർധനവ് നിലവിൽ വന്നതോടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സമുദ്രോൽപ്പന്ന മേഖലയിലും വസ്ത്രമേഖലയിലും അടക്കം ഉണ്ടായിട്ടുള്ളത് കടുത്ത പ്രതിസന്ധിയാണ്. സമുദ്രോൽപ്പന്ന കയറ്റുമതി നിലച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഒപ്പം തുണിത്തര നിർമ്മാണ മേഖലയിൽ ഭീമമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുമുണ്ട്. തീരുവ ചുമത്തിയതും അമേരിക്കൻ വിപണി നിലച്ചതും മറ്റ് ആഗോള വിപണികളും സംശയത്തോടെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത കണക്കിലെടുത്ത് ചൈന അടക്കമുള്ള ആഗോള വിപണികളും പിന്മാറ്റത്തിന്റെ പാതയിലാണ്. ഇതും ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയാണ്. അതേസമയം അമേരിക്കയുടെ തീരുവ ഭീഷണിയെ മറികടക്കാൻ ആകുന്നതെല്ലാം ഇന്ത്യ ചെയ്യുന്നുമുണ്ട്. അമേരിക്ക പിന്മാറുന്നതോടെ മറ്റ് ലോക വിപണികളിൽ ചുവടുറപ്പിക്കാനുള്ള സാധ്യതകളും ഇന്ത്യ തേടുകയാണ്. UK അടക്കമുള്ള രാഷ്ട്രങ്ങളുമായി ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ച ആരംഭിച്ചു. സമുദ്രോൽപ്പന്ന മേഖലയിലാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്നത്. ബുധനാഴ്ച മുതൽ അമേരിക്കയുടെ 50% തീരുവ വർധനവ് നിലവിൽ വന്നതോടെ മുൻപ് അമേരിക്കൻ കമ്പനികൾ നൽകിയ സമുദ്രോൽപ്പന്ന കയറ്റുമതി കരാറുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഓർഡറുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ ശേഖരിച്ചു വെച്ചത്. 6 മാസം മുൻപ് തന്നെ അമേരിക്കൻ ഓർഡറുകൾ കേരളത്തിലെ കമ്പനികൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഓർഡറുകളെല്ലാം അതാത് കമ്പനികൾ തന്നെ മരവിപ്പിച്ചതിനാൽ കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഏറ്റവും വലിയ വിപണി അമേരിക്കയായിരുന്നു, പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതിയിൽ. അമേരിക്കയിലേക്ക് മാത്രം പ്രതിവർഷം ഏകദേശം 21,000 കോടിയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കപ്പെട്ടിരുന്നത്. ഈ വർഷം ഇതിന്റെ 10% താഴെ മാത്രമാണ് കപ്പലിൽ പോയിട്ടുള്ളത്. അയക്കാൻ ബാക്കിയുള്ളവയിൽ അധികവും ചെമ്മീനാണ്. അടുത്ത 6 മാസത്തേക്ക് കയറ്റി അയക്കാനുള്ളവ കമ്പനികളുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് അറിവ്. എന്നാൽ അമേരിക്കയുടെ തീരുവ വർധനവ് നിലവിൽ വന്നതോടെ കേരളത്തിലടക്കം ശേഖരിച്ചു വെച്ചിട്ടുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ മൂല്യം 50% കുറഞ്ഞുവെന്നാണ് കണക്കുകൂട്ടൽ. അമേരിക്കൻ ഓർഡറുകൾ മുന്നിൽ കണ്ട് കോടികളാണ് കയറ്റുമതി കമ്പനികൾ ചെലവാക്കിയത്. അമേരിക്കൻ വാതിലുകൾ അടഞ്ഞതോടെ ഈ നിക്ഷേപം പാഴാകുമെന്ന സ്ഥിതിയുമായിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വരുന്ന ഇടിവ് മറ്റ് ആഗോള വിപണികളിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിക്കും. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വിപണി അടഞ്ഞതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു. ചൈനയും വിയറ്റ്നാമും തായ്ലൻഡും നേരത്തെ നൽകിയ ഓർഡറുകളിൽ നിന്ന് പിന്മാറുന്നതായി വിവരമുണ്ട്. തൽക്കാലം ചരക്ക് വേണ്ട എന്ന നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ എത്തും. വില കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിനായി കാത്തിരിക്കുകയാണ് ഈ രാജ്യങ്ങളെല്ലാം. ഒപ്പം തുണിത്തരങ്ങളുടെ വിപണിയിലും കാര്യമായ ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങളുടെ കയറ്റുമതിക്കായിരിക്കും ഏറ്റവും അധികം പ്രതിസന്ധി വരുന്നത്. കാരണം ആദ്യമേ തുണിത്തരങ്ങളുടെ കയറ്റുമതിക്ക് 9% സ്പെഷ്യൽ തീരുവ നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോഴത്തെ 50% തീരുവ കൂടി ചുമത്തുന്നത്. ഇതോടെ തുണിത്തരങ്ങളുടെ തീരുവ വർദ്ധിക്കുന്നത് 59%. ഇതോടെ തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണ ക്ലസ്റ്ററാണ് വലിയ പ്രതിസന്ധിയിലായത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഏതാണ്ട് 3000 കോടി രൂപയുടെ കുറവ് വരുമെന്നാണ് തിരുപ്പൂർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2024-25 44,747 കോടി രൂപ വിലമതിക്കുന്ന വസ്ത്രങ്ങൾ തിരുപ്പൂരിൽ നിന്ന് മാത്രം കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. 2023 നടന്ന കയറ്റുമതിയേക്കാൾ മികച്ച ലാഭം ഈ വർഷത്തിലുണ്ടായിരുന്നു. 2023-24 കയറ്റുമതി വരുമാനം 33,400 കോടി രൂപയായിരുന്നു. ഈ വർഷവും ഗണ്യമായ വർധനവ് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഇരുട്ടടിയായി അമേരിക്കയുടെ തീരുവ വർധനവ് എത്തുന്നത്. ഇന്ത്യയുടെ നിറ്റ്വെയർ തലസ്ഥാനം എന്ന വിശേഷണമുള്ള തിരുപ്പൂരിൽ നിന്ന് ഏറ്റവും അധികം വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് അമേരിക്കയിലേക്കാണ്. 35% കയറ്റുമതി. പിഴച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതു മുതൽ തന്നെ അമേരിക്കൻ വ്യാപാരികൾ തിരുപ്പൂരിൽ നിന്നുള്ള ഓർഡറുകൾ മരവിപ്പിച്ചിരുന്നു. ഓർഡർ പ്രകാരം വസ്ത്രങ്ങൾ തയ്യാറാക്കി കയറ്റുമതി ഘട്ടത്തിൽ എത്തിയതിനാൽ ഇത് വലിയ നഷ്ടമുണ്ടാക്കും. തീരുവ വർധനവ് നിലവിൽ വന്നതോടെ തിരുപ്പൂർ, നോയിഡ, സൂറത്ത് എന്നിവിടങ്ങളിലെ ടെക്സ്റ്റൈൽ നിർമ്മാണ യൂണിറ്റുകൾ ചൊവ്വാഴ്ച ഉൽപാദനം നിർത്തിയതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയ കയറ്റുമതി വ്യാപാരികൾക്ക് തീരുവ വർധനവ് ഭീമമായ നഷ്ടമാണ്. അതുകൊണ്ട് സമുദ്രോൽപ്പന്ന കയറ്റുമതി സംഘടനാ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്ന ആവശ്യവുമുണ്ട്. പ്രവർത്തന ചെലവിന്റെ 30% വായ്പയായി അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കോവിഡ് കാലത്ത് ഇതുപോലെ പല മേഖലയിലും സർക്കാർ സഹായം നൽകിയിരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം നിലവിലെ പ്രതിസന്ധിയെ ഏത് വിധേനയും മറികടക്കാൻ ഇന്ത്യ ഇടപെടൽ ശക്തമാക്കി.
അടുത്തിടെ ഒപ്പുവെച്ച ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ ഈ പ്രതിസന്ധി ഒരളവ് വരെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. UK-യിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അമേരിക്ക സൃഷ്ടിക്കുന്ന ആഘാതം നല്ലൊരു അളവ് വരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, UAE, വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി ഇന്ത്യക്ക് വ്യാപാര ഉടമ്പടിയുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക്, പ്രത്യേകിച്ച് വസ്ത്രമേഖലയിലുള്ളവർക്ക് കൂടുതൽ അവസരം നൽകാമെന്ന് ഈ രാജ്യങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയെക്കുറിച്ച് ആലോചിക്കാൻ തീരുവ ബാധിക്കുന്ന മേഖലയിലെ കയറ്റുമതിക്കാരുമായി 2-3 ദിവസത്തിനകം വാണിജ്യ മന്ത്രാലയം ചർച്ച നടത്തും. 2025-26 ബജറ്റിൽ പ്രഖ്യാപിച്ച കയറ്റുമതി പ്രോത്സാഹന ദൗത്യം രൂപീകരിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കി. അതേസമയം തീരുവ ഉയർത്തൽ കയറ്റുമതിക്ക് ഉടൻ വലിയ ആഘാതമുണ്ടാകില്ലെങ്കിലും ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടായേക്കാമെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ അവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ കയറ്റുമതി പല രാജ്യങ്ങളിലേക്കായതിനാൽ US-ന്റെ ഉയർന്ന തീരുവ കയറ്റുമതിക്കാരെ ബാധിക്കില്ല എന്നാണ് നിഗമനം. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസത്തിൽ US-ലേക്കുള്ള കയറ്റുമതിയിൽ മുൻ വർഷങ്ങളേക്കാൾ 21.64% വർധനയുണ്ടായി. ഈ പ്രവണത തുടർന്നാൽ കഴിഞ്ഞ വർഷത്തെ അത്രയും തുകയുടെ കയറ്റുമതി ഇത്തവണയും നടക്കുമെന്നാണ് പ്രതീക്ഷ.